30-35 വർഷം മുമ്പാണ് കൊച്ചിയിൽ നിന്ന് പിന്നെ ഗോവയ്ക്ക് പോയി. അവിടെ അന്നത്തെ മുഖ്യമന്ത്രി ചർച്ചിൽ അലിമാവോ എന്ന് പറഞ്ഞ അങ്ങേരെ പറ്റി ഉള്ള വാർത്തകൾ ശേഖരിക്കാൻ അദ്ദേഹം കേസിൽ പെടുകയും ഒക്കെ ചെയ്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിയിൽ നിന്ന് പോയ വിമാനം അങ്ങോട്ട് ചാടുകയും ഇങ്ങോട്ട് ചാടുകയും ഒക്കെ ചെയ്ത് വല്ലവിധേനയും ഗോവയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നെ വിമാനം കാണുമ്പം പേടിയായിപ്പോയി. വിമാനത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പേടിയായിപ്പോയി. തിരിച്ച് ആ വിമാനത്തെ പോകുന്ന കാര്യം ഓർക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ വല്ലവിധേനയും തിരിച്ചു കയറി പോകുന്നു മാത്രം. അങ്ങനെ കുറെ കാലം വിമാനം കയറാൻ പേടി പോലും തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആലോചിക്കാറുണ്ട്, നമ്മളെക്കാൾ യോഗ്യരായ ആളുകളാണ്, ചെറുപ്പക്കാരായ ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അവരുടെ ജീവിതത്തെക്കാൾ വലുതൊന്നും അല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ ആലോചിച്ച് സമാധാനപ്പെടാറുമുണ്ട്. ഒന്നിനെപ്പറ്റിയും ആകുലപ്പെടാറുമില്ല. കാരണം ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അതിനേക്കാൾ വിശേഷമൊന്നും നമുക്കില്ല എന്നുള്ളൊരു തോന്നല്. എന്തായാലും ഈ സുരക്ഷിതത്വം സംബന്ധിച്ച് വിമാനത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സുരക്ഷിത സീറ്റില്ല, ഫ്രണ്ടിലായാലും ബാക്കിലായാലും. പിന്നെ ഇങ്ങനെയുള്ള അപൂർവമായ ഒരു അവസരം വീണ് കിട്ടിയാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇപ്പം കടലിലാണ് വീഴുന്നതെങ്കിൽ നമ്മൾ ഈ പിന്നെ സേഫ്റ്റി അങ്ങനെയുള്ള പ്രിക്കോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി പിന്നെ മുങ്ങിത്താഴുകയോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നെ ഒഴുകി പോകാമായിരിക്കാം. പക്ഷേ ഇപ്പം മലേഷ്യൻ എയർലൈൻസിന് സംഭവിച്ചത് എന്താണ്? അത് തലയും കുത്തി കടലിലേക്ക് വീണു. എങ്ങനെ വീണു എന്ന് അറിഞ്ഞുകൂടാ. അതിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു. പക്ഷേ ഇപ്പോഴാണ് UN പറയുന്നത് അത് റഷ്യ അയച്ച മിസൈൽ കൊണ്ടിട്ടാണ് ആ വിമാനം തകർന്നു പോയതെന്ന്, അതിലെ ആളുകളെല്ലാം മരിച്ചു പോയതെന്ന്. 293 പേരോ മറ്റോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കാറുണ്ട്. ഈ യാത്രക്കാർ പിന്നെ മനുഷ്യരുടെ ഏറ്റവും പിന്നെ ശക്തി കുറഞ്ഞ ഒരു അവസ്ഥയാണ് ഈ വിമാനത്തിൽ പോകുക എന്നുള്ളത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പൈലറ്റിന് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പൈലറ്റിന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള മനുഷ്യരെ അവർക്ക് നേരെ പിന്നെ മിസൈൽ അയക്കാനും ടോർപിഡോ പിന്നെ അവർക്ക് നേരെ ആ രീതിയിൽ ചെയ്യാനും ഒക്കെ പിന്നെ രാജ്യങ്ങൾക്ക് തോന്നുക എന്ന് പറയുന്നത് തന്നെ എത്രയോ ഖേദകരമായ കാര്യമാണ്. എന്തായാലും ഈ വിശ്വാസ് കുമാർ രമേഷ് അദ്ദേഹത്തിന് നല്ല കാലം വരട്ടെ. അദ്ദേഹത്തിന്റെ പിന്നെ ഇതിൽ കൂടുതൽ എന്തോ വരാനിരുന്നതാണ്. ഏതായാലും അത് വന്നില്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് നമുക്ക് ആശ്വസിക്കാം.